ഓഫർ തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും പങ്കെന്ന് കോൺഗ്രസ്. മന്ത്രിയും മന്ത്രിയുടെ പിഎയും നേരിട്ട് തട്ടിപ്പിൽ ഇടപെട്ടു. ചിറ്റൂരിൽ സീഡ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ വീട്ടിലാണെന്ന് കോൺഗ്രസ് നേതാവ് സുമേഷ് അച്യുതൻ ആരോപിച്ചു. ഇതിന്റെ രേഖകളും പുറത്തുവിട്ടു. മന്ത്രി രാജിവെക്കണമെന്നും കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് ചിറ്റൂർ മേഖലയിൽ ഈ തട്ടിപ്പുകാരെ ചിറ്റൂരിലെ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി സഹായിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അത് ഞാൻ പിൻവലിക്കുകയാണ്. അദ്ദേഹം സഹായിക്കുകയല്ല, ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ തലവൻ അദ്ദേഹമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയണം. അദ്ദേഹത്തിന് PA ഇല്ല എന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ PA തിരുവനന്തപുരത്താണ് എന്ന് പറഞ്ഞു, പിന്നെ PA ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓഫീസിന് ഇതിലൊന്നും പങ്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ജീവനക്കാർക്കാർക്കും പങ്കില്ല എന്ന് നിങ്ങളോട് എല്ലാവരോടും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതാണ്. ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സീഡ്സ് എന്നാണ്. സൊസൈറ്റിയുടെ ചിറ്റൂർ സീഡ്സ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. 7/366 നന്ദനം എന്ന അഡ്രസ്സിലാണ് ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രീ പ്രേംകുമാർ എന്ന പേരിലുള്ള ആളുടെ വീടാണ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിലുള്ള വീടാണ് 7/366 നന്ദനം എന്ന വീട്. ശ്രീ പ്രേംകുമാർ എന്ന് പറയുന്ന വ്യക്തി മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ്. മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയ പ്രേംകുമാറിൻ്റെ പേരിലാണ് ആ വീട്, ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീട്. ടി നന്ദഗോപാൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. നന്ദഗോപാൽ, ഈ തട്ടിപ്പിലോ അല്ലെങ്കിൽ പണം വാങ്ങിയതിലോ മന്ത്രിക്ക് നേരിട്ടുള്ള പങ്കിനെ കുറിച്ച് എന്ത് തെളിവുകളാണ് കോൺഗ്രസ് പുറത്തുവിടുന്നത്? അതായത് കഴിഞ്ഞ ദിവസം തന്നെ കുറേയധികം സ്ത്രീകൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ് താങ്കൾ ഈ ഒരു പണം കൈമാറിയത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ പൂർണ്ണമായും എതിർത്ത മന്ത്രി തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഒപ്പം തനിക്ക് PAയോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. താനോ മറ്റാരും താനുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഓഫീസിലില്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ പണം നൽകിയതും എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ പ്രേംകുമാറിനെതിരെയാണ് ശക്തമായ ആരോപണങ്ങൾ കോൺഗ്രസിന്റെ DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്ന കാര്യം, ചിറ്റൂരിൽ ഒരു സംഘടന സീഡ് എന്ന പേരിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഒരു ഓഫീസ് ഒന്നും തന്നെ കൊടുക്കാതെ സ്വന്തം വീടിന്റെ അഡ്രസ്സാണ് ഈ പ്രേംകുമാർ കൊടുത്തത് എന്നുള്ളത് ഈ സുമേഷ് അച്യുതൻ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ പൊതുപ്രവർത്തനത്തിനപ്പുറത്തേക്ക് പണം സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് വീട്ടിൽ തന്നെ ഇത്തരത്തിൽ ഒരു സംഘടന നടത്തിയത് എന്നുള്ളതാണ് സുമേഷ് അച്യുതൻ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ മന്ത്രിയുടെ മനസാക്ഷിപ്പ് സൂക്ഷിപ്പുകാരനാണ് ഇത്തരത്തിൽ പ്രേംകുമാർ. അതുകൊണ്ട് തന്നെ മന്ത്രി അറിയാതെ ഒരു തരത്തിലും ഈ ഒരു തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് സുമേഷ് അച്യുതൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഈ സീഡ് പ്രവർത്തിച്ചിരുന്നത് ഈ പ്രേംകുമാറിന്റെ വീട്ടിൽ തന്നെയാണ് എന്നുള്ളത് ഈ രേഖയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ ഈ ഒരു തട്ടിപ്പ് തന്റെ പേരിൽ നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് SP-ക്ക് മന്ത്രി ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ഈ കാര്യത്തിൽ വരേണ്ടതുണ്ട്. ഒപ്പം കോൺഗ്രസും മന്ത്രിക്കെതിരെ രൂക്ഷമായ പ്രതിഷേധങ്ങളൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി നന്ദഗോപാൽ.